ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വംശീയ അധിക്ഷേപത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത്. ഈ ക്രിസ്മസിന് എന്ത് ഗിഫ്റ്റ് ചെയ്യും? മൈജിയിലുണ്ടല്ലോ എല്ലാം. ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഡിജിറ്റൽ ആക്സസറീസ്, കൂടുതൽ ഓഫറുകൾ, കുറഞ്ഞ EMI. നേരെ മൈജിയിലേക്ക് പോയ പോരെ. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഈ അവസരത്തിൽ ഊന്നി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആ നാളുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ 20 മുതൽ 30 വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നാകട്ടെ അതിന്റെ തോത് ഗണ്യമായി തന്നെ കുറഞ്ഞു എന്നത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ വടക്കു കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് സർക്കാർ ആകട്ടെ ഈ വിഷയത്തിൽ വേഗത്തിൽ ഇടപെടണമെന്നും 5 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ വിഷയത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ് സർക്കാർ ജാഗ്രത പാലിച്ചിട്ടുണ്ട്, 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല എന്നും ആ ഒരു ഗണത്തിലേക്ക് ഇതിനെ വലിച്ചിഴക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം വംശഹത്യയെ ഒരു പ്രത്യയശാസ്ത്രപരമായ രോഗമെന്ന് വിശേഷിപ്പിച്ച റിജിജു ആകട്ടെ അത്തരം ചിന്താഗതി ചുരുക്കം ചില വ്യക്തികൾക്കിടയിൽ മാത്രമേ നിലകൊള്ളൂ എന്നതും അവബോധത്തിലൂടെ തന്നെ അത് പരിഹരിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രത്യയശാസ്ത്ര രോഗം ചുരുക്കം ചിലരിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. അവബോധം അത്യാവശ്യമാണ്. വംശീയതയ്ക്കും അതുപോലെ വിവേചനത്തിനും ഇന്ത്യൻ സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം എടുത്ത അടിവരയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ജാതിയോ വംശത്തിലോ മതത്തിലോ ഉള്ളവരെ എന്തിനാണ് കളിയാക്കുന്നത്? വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇതിൽ ദുഃഖിക്കണം. കാരണം ഇത് ആർക്കും സംഭവിക്കാം. അത്തരമൊരു സംഭവം പോലും ഇനി ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്നതാണ് അദ്ദേഹം അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും ചരിത്രപരമായി തന്നെ ആളുകൾ വംശീയതയെ നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് വംശീയതയുടെ ഇരകളാണ് നമ്മൾ. ഇന്നും വെളുത്ത തൊലിയില്ലാത്തതിനാൽ തന്നെ മറ്റു രാജ്യങ്ങൾ നമ്മെ ലക്ഷ്യമിടുകയാണ്. എന്നാൽ രാജ്യത്തിനുള്ളിൽ ഇത് സംഭവിക്കരുത്. വ്യത്യസ്തമായ വിശ്വാസങ്ങളും മതങ്ങളും വൈവിധ്യമാർന്ന രാജ്യമാണ് ഇന്ത്യ. ഡിസംബർ 9 ഡെറാഡൂണിൽ വെച്ച് ഒരു കൂട്ടം അക്രമികളാകട്ടെ കത്തികളും മറ്റു മൂർച്ചയുള്ള വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് MBA വിദ്യാർത്ഥിയായ അജഞ്ചൽ ചക്മയെ ആക്രമിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ തന്നെ അദ്ദേഹം മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ 2 പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. അവരെ ജുവനൈൽ റിഫോം ഹോമിലേക്ക് അയച്ചിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന ഒരു പ്രതിയെ പിടികൂടാൻ പോലീസ് തുടർച്ചയായി തന്നെ റെയ്ഡുകൾ നടത്തിവരുന്നു. അയാൾക്ക് 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒളിവിൽ പോയ പ്രതിയെ കണ്ടെത്താൻ നേപ്പാളിലേക്ക് ഒരു പോലീസ് സംഘത്തെയും അയച്ചിട്ടുണ്ട് എന്നതാണ് ഉത്തരാഖണ്ഡ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. എന്നാൽ ഈ ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിച്ചുകൊണ്ടാണ് കിരൺ റിജിജു മതത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഒന്നിൻ്റെയും അല്ലെങ്കിൽ നിറത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.